ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ടെൻഷനാണ് അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയൊക്കെയാണ് വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിർത്തേണ്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ളത്. കാരണം നമുക്ക് പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ അധികം സങ്കടമുള്ളൊരു കാര്യമാണ്. അതേപോലെ നമ്മൾ പറ്റിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്, ഇങ്ങനെയുള്ളവരാണ് എന്നെ ചതിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു പേടിയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഈ പറയുന്ന സ്വഭാവങ്ങളുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അവർ നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വിട്ടുകളയരുത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ അടുത്ത് എപ്പോഴും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളുകൾ. ചില ആളുകളുണ്ട്, ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ എന്തെങ്കിലുമൊക്കെ സീക്രട്സ് ആരോടെങ്കിലും പറയുന്ന സമയത്ത് നമ്മളെന്നെ വിചാരിക്കാറുണ്ട് ഈ ഒരു കാര്യം ഇന്ന ആളോട് പറയാം, അയാൾ ആരോടും പറയില്ല, മനസ്സിൽ തന്നെ വെച്ചോളും, മൂന്നാമത് ഒരാൾ അറിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മുഖം നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. മേ ബി അത് നമ്മൾ സ്നേഹിക്കുന്ന ആളാവാം, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഓക്കെ, നമ്മുടെ പാരൻസ് ആയിരിക്കാം, ഇങ്ങനെ ആരും ആവാം. ഇന്ന ആളെന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളെന്ന് മാത്രമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ അടുത്ത് എപ്പോഴും ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അതായത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷെ എല്ലാ ആളുകൾക്കും അങ്ങനെ കഴിയണമെന്നില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സാഡായി പോകും, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും. അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കാറുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ആളുകൾ, കയ്യിൽ എണ്ണാൻ കഴിയുന്നത്ര മാത്രം ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ടാവുക. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വിചാരിക്കും എങ്ങനെയായിരിക്കും, അതായത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് നന്നായി, ബിക്കോസ് എനിക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സോ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവരെ വിളിച്ചാൽ മതി, നമ്മുടെ മൈൻഡ് പെട്ടെന്ന് അങ്ങോട്ട് ഓക്കെ ആയിക്കോളും. അതായത് ഇവർ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഓക്കെ ആക്കുന്നുള്ളതാണ്. നീ ടെൻഷൻ ആവണ്ട, ഈ ഒരു സംഭവം ഉണ്ടായതിന് വേണ്ടിയിട്ടാണ്, അത് നല്ലതല്ലേ, ഇത്രയും കാര്യങ്ങൾ നിനക്ക് അറിയാൻ പറ്റിയില്ലേ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ പറഞ്ഞ് ഓക്കെ ആക്കാനായിട്ട് ട്രൈ ചെയ്യും. സോ ഇത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും ഒരിക്കലും വിട്ടുകളയാതിരിക്കുക. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവരും സ്മാർട്ട് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്മാർട്ട് ആയിട്ടുള്ള ആളുകളെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്മാർട്ടായിട്ട് ഇരിക്കാൻ കഴിയില്ല അല്ലെ. എന്നാൽ ഈ സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് പറയണമെന്നുള്ളത്. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെയും വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും സക്സസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ നമ്മളുടെ ജീവിതം സക്സസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ വഴികളൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരും. നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്നുള്ള ഒരു വഴികാട്ടിയായിട്ട് അവർ മാറുന്നുള്ളതാണ്. നല്ലൊരു മോട്ടിവേറ്റർ ആയിട്ട് മാറാനും അതേപോലെ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ളൊരു പേഴ്സൺ ആയിട്ടും ഇവർക്ക് മാറാനായിട്ട് കഴിയും. സോ നമ്മുടെ ലൈഫിലെ ഗ്രോത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ കൂടിയായിരിക്കും ഇത്തരത്തിൽ സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യുന്നവർ. ഈ കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. അതായത് എല്ലാവരും ചെയ്യണമെന്നില്ല. ചിലരൊക്കെ അവരുടെ ഭാഗത്ത് സംഭവിക്കുന്ന തെറ്റുകൾക്ക് പോലും യാതൊരു കോംപ്രമൈസും ചെയ്യാനായിട്ട് റെഡി ആവാറില്ല എന്നുള്ളതാണ്. പക്ഷെ മറ്റു ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തല്ല തെറ്റ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പോയൊരു സോറി പറയാനും ആ ഒരു പ്രോബ്ലം അവിടെ വെച്ച് സോൾവ് ചെയ്ത് മീൻസ് കോംപ്രമൈസ് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവുന്ന ആളുകളാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഓരോ ബന്ധങ്ങൾക്കും വാല്യൂ കൊടുക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. സോ ഓരോ റിലേഷൻഷിപ്പിനും വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കോംപ്രമൈസിന് വേണ്ടി റെഡി ആവുന്നത്. സോ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്ത്
സമയത്ത് അങ്ങനെ അവർ കോംപ്രമൈസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മീൻസ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഇഷ്ടമാണ്, അതിന് കുറേ വാല്യൂ തരുന്നുണ്ട് എന്നുള്ളത്. സോ അതിൻ്റെ അർത്ഥം നമുക്ക് അവർ വാല്യൂ തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാല്യൂ തരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരിക്കലും അവരെ വിട്ട് കളയരുത്, അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നീ അത് ചെയ്യാൻ പോകണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കുക മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ വാക്കുകളെയാണ് നമ്മൾ വിശ്വസിക്കുക. അവർ നമ്മുടെ അടുത്ത് നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടാവുക അവർ പറഞ്ഞത് ശരിയാണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ നമ്മുടെ കഴിവിനെ മറന്നു പോവുകയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് കാറ്റഗറിയിലുള്ള ആളുകൾ, അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകാന്ന് പറയുമ്പോഴും അത് ആലോചിച്ചിട്ട് ആടാ നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, മീൻസ് നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മളെ പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മൾ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഇവൻ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, എല്ലാത്തിനും കട്ടയ്ക്കായിട്ട് കൂടെ നിൽക്കുന്നതൊക്കെ. പക്ഷെ അവരായിരിക്കും നമ്മുടെ അടുത്ത് ആദ്യം വന്ന് പറയണ്ടാവുക നീ ഇത് ചെയ്യരുത് എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും, ഇയാളൊന്നും ഒന്നിനും നിൽക്കും തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും പിന്നീട് അങ്ങോട്ട് നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മൾ എൻകറേജ് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളായിട്ട് മാറുന്നുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. സോ ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റിലേഷൻഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പ്രണയമോ അല്ലെങ്കിൽ മാരേജ് ലൈഫ് മാത്രമല്ല. ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഏത് ബന്ധവും വരാം. നിങ്ങളുടെ പാരൻസ് ആവാം, സഹോദരങ്ങളാവാം, ഫ്രണ്ട്സ് ആവാം, ആരുമായിരിക്കാം. സോ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകളൊക്കെയാണ് ഇവരെ എന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ആ ആളുകളെ നിങ്ങൾ കൂടെ കൂട്ടുക എന്നുള്ളത്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത്. ഈ പറയുന്ന എല്ലാ സ്വഭാവങ്ങളും ഒരാളിൽ ഉണ്ടാവണമെന്ന് നമ്മൾ പറയുന്നില്ല. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം എല്ലാ ആളുകൾക്കും എല്ലാ ഗുണങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പോയിന്റ് അയാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. സോ അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഓരോ പോയിന്റ്സിലും വരുന്ന ഓരോ ആളുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. ആ ആളുകളായിരിക്കും ഓരോ സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാനുമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്